ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കർത്താവേ എൻ്റെ ശക്തി എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനങ്ങൾ 18-ാം അധ്യായം 1-ാം വാക്യം. യഹോവ അവനെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും ശൗലിന്റെ കയ്യിൽ നിന്നും വിടുവിച്ച കാലത്ത് അവൻ ഈ സംഗീതവാക്യങ്ങളെ യഹോവയ്ക്ക് പാടി. എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദാവീദ് രാജാവ് തൻ്റെ ഹൃദയം കർത്താവിലേക്ക് പകരുന്നു. കർത്താവേ എൻ്റെ ശക്തി. അവൻ്റെ വാക്കുകൾ ദൈവത്തിൻ്റെ ശക്തിയിലും സ്നേഹത്തിലും ആഴത്തിലുള്ള ആശ്രയത്തെ പ്രതിഫലിപ്പിക്കുന്നു. ദാവീദ് കർത്താവിനെ ആശ്രയിക്കുന്നത് പോലെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യത്തിലും നമുക്ക് അവൻ്റെ ശക്തി ആവശ്യമാണ്. വെല്ലുവിളികൾ നേരിടുകയോ സഹിഷ്ണുത പുലർത്തുകയോ ചെയ്താലും ദൈവത്തിൻ്റെ ശക്തി അതിജീവിക്കാനും സഹിച്ചു നിൽക്കാനും അത്യന്താപേക്ഷിതമാണ്. ഇന്ന് അസുഖം, വാർദ്ധക്യം അല്ലെങ്കിൽ വിവിധ പരീക്ഷണങ്ങൾ എന്നിവ കാരണം നിങ്ങളുടെ ശാരീരിക ശക്തി മങ്ങിയേക്കാം. എന്നിരുന്നാലും നിങ്ങൾ കർത്താവിൽ നിന്ന് ശക്തി പ്രാപിക്കുമ്പോൾ നിങ്ങളുടെ അഭയവും കോട്ടയും നിങ്ങളുടെ സ്വാഭാവിക പരിധിക്കപ്പുറം നിങ്ങളിൽ നവീകരണവും സഹിഷ്ണുതയും കണ്ടെത്തും. ഒരിക്കലൊരു സഹോദരൻ തൻ്റെ ഹൃദയഭേദകമായ കഥ പങ്കുവച്ചു. എൻ്റെ ജീവിതം തകരുകയാണ്. എൻ്റെ കാലുകൾക്ക് ബലഹീനതയും അസ്ഥിരവും തോന്നുന്നു. ഞാൻ അസഹനീയമായ അസുഖം അനുഭവിക്കുന്നു. അതിലുപരിയായി എൻ്റെ ഭാര്യയെ എന്നെ മറ്റൊരു പുരുഷന് വേണ്ടി ഉപേക്ഷിച്ചു. എൻ്റെ കുട്ടികൾ കോളേജിലാണ്. പക്ഷേ അവരുടെ വിദ്യാഭ്യാസത്തിന് പണം നൽകാനോ അവരുടെ ആവശ്യങ്ങൾ നൽകാനോ എനിക്ക് പണമില്ല. എൻ്റെ ബോസ് എന്നോട് മോശമായി പെരുമാറുന്നു. ഞാൻ നിരാശയിൽ മുങ്ങുകയാണ്. എനിക്ക് ബലഹീനതയും ക്ഷീണവും നിരാശയും തോന്നുന്നു. പലരും സമാനമായ പരീക്ഷണങ്ങൾ നേരിടുന്നു. ബുദ്ധിമുട്ട് തിരമാലകൾക്ക് ശേഷം നമ്മുടെ ജീവിതത്തെ ഭാരപ്പെടുത്താൻ എതിരാളി ശ്രമിക്കുന്നു. സന്തോഷത്തെ കൈപ്പേറിയതാക്കി മാറ്റുന്നു. അത്തരം നിമിഷങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നാം കർത്താവിനെ നോക്കണം. കാരണം അവൻ മാത്രമാണ് നമ്മുടെ ശക്തി. നിങ്ങളെ സൃഷ്ടിച്ചവൻ നിങ്ങളെ വീണ്ടെടുത്തു. അവൻ്റെ രക്തം ചൊരിയുന്നവൻ നിങ്ങളെ ശക്തിപ്പെടുത്തുകയും നിലനിർത്തുകയും ചെയ്യും. അവൻ നിങ്ങളെ തൻ്റെ കൈപ്പത്തികളിൽ കൊത്തിവച്ചിരിക്കുന്നു എന്ന് യെശയ്യാവ് 49-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയപ്പെടുന്നു. നിങ്ങളെ ഒരിക്കലും വിട്ടുപോകില്ല. ഇസ്രായേല്യരെ മരുഭൂമിയിലൂടെ നയിക്കുന്നതിൽ നിന്ന് മോശയ്ക്ക് ക്ഷീണം തോന്നിയപ്പോൾ അവൻ പ്രഖ്യാപിച്ചു, കർത്താവേ, അങ്ങയുടെ കാരുണ്യത്താൽ നീ വീണ്ടെടുത്ത ആളുകളെ നയിച്ചു. നിങ്ങളുടെ വിശുദ്ധ വാസസ്ഥലത്തേക്ക് നിങ്ങൾ അവരെ നിങ്ങളുടെ ശക്തിയാൽ നയിച്ചു എന്ന് പുറപ്പാട് 15-ാം അധ്യായം 13-ാം വാക്യത്തിലും പറയപ്പെടുന്നു. കർത്താവ് തൻ്റെ ജനത്തെ തൻ്റെ ശക്തിയാൽ നയിച്ചു. അവൻ നിങ്ങളെയും നയിക്കും. കർത്താവ് ഇതുവരെ നിങ്ങളെ വിശ്വസ്തയോടെ നയിച്ച എണ്ണമറ്റ വഴികളെക്കുറിച്ച് ചിന്തിക്കുക. ഈ ലോകത്തിൻ്റെ പരീക്ഷണങ്ങളിലൂടെ ദൈവത്തിനില്ലാതെ ആർക്കാണ് നിങ്ങളെ നിലനിർത്താൻ കഴിയുക? അവൻ്റെ ശക്തിയിൽ വിശ്വസിക്കുക. ഹൃദയം നഷ്ടപ്പെടുത്തരുത്. ബൈബിൾ നമുക്ക് ഉറപ്പ് നൽകുന്നു, ഈ അനന്തരാവകാശം നിങ്ങൾക്കായി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഒരു അനന്തരാവകാശം അശൂയവും നിർജീവവുമാണ്. അത് മങ്ങിപ്പോകുന്നില്ല. നിങ്ങൾക്കായി സ്വർഗത്തിൽ നിക്ഷിപ്തമാണ്. അവർ അവസാനമായി വെളിപ്പെടാൻ തയ്യാറുള്ള രക്ഷയ്ക്കായി വിശ്വാസത്തിലൂടെ ദൈവത്തിന്റെ ശക്തിയിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് 1 പത്രോസ് 1-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ പറയപ്പെടുന്നു. ദൈവമക്കളെ, കർത്താവിന്റെ ശക്തി നിങ്ങളെ ഉയർത്തിപ്പിടിച്ച് അവസാനം വരെ കൊണ്ടുപോകും. ഒരു കഴുകൻ അതിൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കും പോലെ ഓട്ടം പൂർത്തിയാക്കാൻ ദൈവം നിങ്ങളെ അഭയം പ്രാപിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. അവൻ്റെ ശക്തിയിൽ വിശ്രമിക്കുക. കാരണം അവൻ നിങ്ങളെ നിലനിർത്താനും നയിക്കാനും വിശ്വസ്തനാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം റോമർ 15-ാം അധ്യായം 13-ാം വാക്യം. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സംഖ്യാപുസ്തകം 31, 32, 33 അധ്യായങ്ങൾ. വൈകുന്നേരം മർക്കോസ് 9-ാം അധ്യായം 1 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.